വ്യക്തമായ മേധാവിത്വം നേടി ആന്റോ ആന്റണി പത്തനംതിട്ടയിൽ മിന്നുന്ന വിജയം നേടിയപ്പോൾ എൽ.ഡി.എഫിന് വലിയ ക്ഷീണമാണ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വീണ ജോർജ് 3,36,684 വോട്ട് നേടിയപ്പോൾ ഇത്തവണ ഐസക് നേടിയത് വെറും 3,05,504 വോട്ടാണ്. വോട്ടിംഗ് ശതമാനം 32.08 നിന്ന് 32.79 എത്തിക്കാനായി എന്നത് മാത്രമാണ് ആശ്വാസകരം. പാർട്ടി വോട്ടുകളിൽ വൻ ചോർച്ചയുണ്ടായതും നിഷേധ വോട്ടുകളും CPM ജില്ലാ നേതൃത്വത്തിന് തലവേദനയാകും. ശബരിമല വിഷയത്തിൽ നഷ്ടമായ വോട്ട് തിരികെയെത്തുമെന്ന പ്രതീക്ഷയും പാളി. തോൽവി അപ്രതീക്ഷിതമെന്നും കാരണങ്ങൾ പരിശോധിക്കുമെന്നുമായിരുന്നു തിരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം തോമസ് ഐസക് മാധ്യമങ്ങളോട് പറഞ്ഞത്. പാർട്ടിയെ ജനങ്ങൾ നിശിതമായി വിമർശിച്ചിട്ടുണ്ട്. ആ വിമർശനങ്ങൾ വിലയിരുത്തും. സംസ്ഥാനത്ത് തിരിച്ചടിയുണ്ടായത് ഭരണവിരുദ്ധ വികാരമാണെന്ന വിലയിരുത്തലിലേക്ക് പോകാനാകില്ലെന്നും ഇത് ചർച്ച ചെയ്ത് പരിശോധിക്കേണ്ട കാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. LDF തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വിലയിരുത്തിയതിനേക്കാൾ ഗണ്യമായ വോട്ട് കുറവാണ് ലഭിച്ചത്. ഞങ്ങളെടുത്തുനിന്ന് കരുതിയ വോട്ടിനേക്കാൾ ഏതാണ്ട് 70,000-80,000 വോട്ട് കുറവാണ്. അത് നല്ല പങ്കും UDF-യിലേക്കാണ്, കുറച്ച് BJP-യിലേക്കും ഉണ്ടാവും. ഇപ്പം ഏതൊക്കെ മേഖലയിലാണ് ഇങ്ങനെ വോട്ട് പോയത്, ചോർന്നത്, അതിൻ്റെ കാരണങ്ങൾ എന്ത് തുടങ്ങിയത് വിശദമായിട്ട് ഇനി പരിശോധിക്കേണ്ടതുണ്ട്. അപ്പം ഈ തോൽവി തികച്ചും അപ്രതീക്ഷിതമാണ്. അതുകൊണ്ട് വിശദമായിട്ടുള്ള പരിശോധന നടത്തി അതിൻ്റെ കാരണങ്ങൾ കണ്ടുപിടിച്ച് തിരുത്തുന്നതിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൈയെടുക്കും. ഇത്തവണ പത്തനംതിട്ടയിൽ അനിൽ കെ ആന്റണി 25.49% 2,34,406 വോട്ട് നേടിയതിനും മാറ്റു കുറയുന്നില്ല. 2019 കെ സുരേന്ദ്രൻ 28.95% വോട്ടോടെ 2,97,396 വോട്ട് നേടിയതാണ് പത്തനംതിട്ടയിൽ BJP-യുടെ മികച്ച പ്രകടനം. അന്ന് ശബരിമല വികാരമുണ്ടായിരുന്നുവെങ്കിൽ ഇത്തവണ അത് പ്രചാരണ വിഷയമായതേയില്ല. BJP രാഷ്ട്രീയ പശ്ചാത്തലമില്ലാത്ത പുതുമുഖവും നാട്ടുകാരനുമല്ലാത്ത അനിൽ കെ ആന്റണി ഇത്തവണ നേടിയത് BJP-ക്കുള്ള പൊളിറ്റിക്കൽ വോട്ടായി കരുതാം. ഇത്തവണ ലഭിച്ച 25.49% വോട്ട് വരും കാലത്ത് പത്തനംതിട്ടയിൽ BJP-ക്ക് പ്രതീക്ഷ വയ്ക്കാവുന്നതാണ്. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. Mount Zion Medical College Hospital, Adur, Pathanamthitta.